ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിലെ ലാസ്റ്റ് മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ബെക്കൻഹാംസ് പൈ തിയറമാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഡയമെൻഷണൽ അനാലിസിസിൽ ആക്ച്വലി രണ്ട് മെത്തേഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെയ്ലേസ് മെത്തേഡും ബെക്കൻഹാം പൈ തിയറം മെത്തേഡും. അതിൽ റെയ്ലേസ് മെത്തേഡ് നിങ്ങൾക്ക് പഠിക്കാനില്ല, ബെക്കൻഹാം പൈ തിയറം മെത്തേഡാണുള്ളത്. അതിലിതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബെക്കൻഹാം പൈ തിയറം പറയുന്നുണ്ട്. ഈ തിയറം വൈസ് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുമ്പോൾ മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. എങ്കിലും ഈ തിയറം ഒന്ന് നോട്ട് ചെയ്തെടുക്കണം. ബിക്കോസ് ബെക്കൻഹാം പൈ തിയറം എന്താണെന്ന് ചോദിക്കാറുണ്ട്. അത് പറയുന്നത് എങ്ങനെയാണ്? ഇഫ് ദർ ആർ n ഡയമെൻഷണൽ വേരിയബിൾസ്, അത് ഡിപ്പെൻഡൻ്റ് ആവാം, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആവാം, ഒരു ഇൻ എ ഡയമെൻഷണലി ഹോമോജീനിയസ് ഇക്വേഷൻ ഓഫ് എ ഫിസിക്കൽ ഫിനോമിനൻ, and if these variables contains m fundamental dimensions such as MLT, then the variables can be grouped into n minus m dimensionless parameters. These dimensionless parameters are called pi terms എന്നാണ് പറയുന്നത്. അതായത് നമ്മൾക്കൊരു ഡയമെൻഷൻ തന്നിട്ടുണ്ടെങ്കിൽ, ഒരു ഫിസിക്കൽ പ്രോബ്ലം തന്നിട്ടുണ്ടെങ്കിൽ അതിൽ n നമ്പർ ഓഫ് വേരിയബിൾസ് ഉണ്ടാകും. വേരിയബിൾസ് എത്രയാവാം? 1, 2, 3 എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5, 6 എക്സെട്ര എത്രയാവാം. അതിൽ തന്നെ ആ വേരിയബിൾസിലുള്ളത്, ഈ വേരിയബിൾസ് ആയിട്ട് പറയുന്നത് എന്താണ്? നമ്മളെ ഫോഴ്സ്, ഡെൻസിറ്റി, വെലോസിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. അതിൽ തന്നെ എന്താണ്? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാവാം, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടാവാം. ഓക്കെ, ഡിപ്പെൻഡൻറ്റും ഉണ്ടാവും, ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ അതിന് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അതിനെ ഒരു ഫങ്ഷണൽ വേരിയബിളായിട്ട് നമുക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഡെൻസിറ്റി, വെലോസിറ്റി, ലെങ്ത്ത് എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ആദ്യം നമ്മളൊരു ഫംഗ്ഷനാക്കി എഴുതുകയാണ്. അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഇപ്പോൾ x1, x2, x3 അപ് ടു xn എന്ന് പറയുന്നതാണ് വേരിയബിൾസ് ഇരിക്കട്ടെ, ഡിപ്പെൻഡൻറ്റ് വേരിയബിളും. അപ്പോൾ എക്സ് എന്ന് എടുക്കുകയാണ്. എക്സ് ഡിപ്പെൻഡ്സ് ഓൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. അപ്പോൾ എക്സ് ഉണ്ട്, x1, x2, x3 അപ് ടു xn പറഞ്ഞുള്ള വേരിയബിൾസ് ഉണ്ട്. അതിൽ എക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡിപ്പെൻഡൻ്റ് ആണെന്ന് എടുത്തു. ഈ x1, x2, x3 ഒക്കെ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് എടുത്തു. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്കൊരു ഫംഗ്ഷനിൽ എഴുതണം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സ് എന്താണ്? ഡിപ്പെൻഡ് ചെയ്യണം അല്ലേ. അപ്പോൾ എക്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? x1, x2, x3 അപ് ടു xn ആണ്. അപ്പോൾ അതിനെ ഫംഗ്ഷനിൽ എഴുതുന്നു, ഫംഗ്ഷൻ റിലേഷൻഷിപ്പിൽ എഴുതാണ്. സോ എഫ് ഓഫ് x1, x2, x3 അപ് ടു xn എഴുതി. ഇതിനെ ഇക്വേഷൻ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇതിനെ എന്ത് ചെയ്യണു? ഇതിനെ വീണ്ടും വേറൊരു ഫംഗ്ഷണൽ റിലേഷൻഷിപ്പിലേക്കും കൂടി എഴുതുകയാണ്. എഴുതുന്ന പറയുമ്പോൾ f1 ഓഫ് ഈ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിളിനെയും കൂടി ഇതിനകത്തേക്ക് ഇടുകയാണ്. f1 ഓഫ് എക്സ്, x1, x2, x3 അപ് ടു xn ഈക്വൽ ടു 0 എന്നുള്ള റിലേഷൻഷിപ്പിൽ ഇതാണ്. ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. ഓക്കെ, ഇതൊരു ഡയമെൻഷനലി ഹോമോജീനിയസ് ഇക്വേഷൻ ആയിരിക്കണം അല്ലേ. ഇതൊരു ഡയമെൻഷനലി ഹോമോജീനിയസ് ഇക്വേഷൻ ആണ്. അതിലൊരു n വേരിയബിൾസ് ഉണ്ട് അല്ലേ. n അല്ലേ, n വേരിയബിൾസ് ഉണ്ട്. ഇപ്പോൾ ഈ n വേരിയബിൾസിലുള്ളതിൽ m ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ് ഉണ്ടാവും. ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? MLT ആണ് അല്ലേ. MLT എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലെങ്ത് ആണെന്ന് ഇരിക്കട്ടെ. ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ എന്താണ്? L ആണ്. അപ്പോൾ നമുക്ക് ഫണ്ടമെൻ്റൽ ഡയമെൻഷനിൽ ഒരു ഡയമെൻഷൻ കിട്ടി, L എന്ന് കിട്ടി അല്ലേ. ഇനി അതിലുള്ള x1 എന്നിരുന്നോട്ടെ. x1 വന്നിട്ട് ഇപ്പോൾ വെലോസിറ്റി ആണെന്ന് ഇരിക്കട്ടെ. വെലോസിറ്റി ആകുമ്പോൾ എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ LT⁻⁻1 ആണ്. അപ്പോൾ LT⁻⁻ അല്ല, T⁻⁻1 അപ്പോൾ T കിട്ടി, അപ്പോൾ ടിയും കിട്ടി അല്ലേ. ഇനി അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ ഡയമെൻഷനിൽ രണ്ടെണ്ണമായി, LUI TUI. ഇനി മാസ് M കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി ഇതിലുള്ള ഒരു വേരിയബിൾ എന്ന് പറയുന്നത് ഡെൻസിറ്റി ആണെന്ന് ഇരിക്കുക. ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? മാസ് ബൈ വോളിയം ആണ് അല്ലേ. അപ്പോൾ എന്താണ്? കിലോഗ്രാം കിട്ടിയില്ലേ, മാസ് കിട്ടി, കിലോഗ്രാം കിട്ടി, മാസ് കിട്ടി. അപ്പോൾ MOI. അപ്പോൾ ഇവിടെ M ഫണ്ടമെൻ്റൽ ഡയമെൻഷൻ ഉണ്ട്, അപ്പോൾ 3 ആണ് എന്നുള്ളതുണ്ടാവും. ഓക്കെ, അപ്പോൾ ബെക്കൻഹാം പൈ തിയറം വെച്ച് പറയുമ്പോൾ ഇവിടെ എത്ര ഫണ്ടമെൻ്റൽ ഡയമെൻഷൻ ഉണ്ട് നോക്കണം. അപ്പോൾ അത് ഇവിടെയുള്ള എല്ലാത്തിൻ്റെയും ഡയമെൻഷൻ, നമുക്കുള്ള വേരിയബിൾസിൻ്റെ ഡയമെൻഷൻ എഴുതി നോക്കും. അതിൽ MLT ഏതെങ്കിലും ഒന്നിൽ തന്നെ ഉണ്ടെങ്കിൽ എന്താണ്? MLT 3 ഡയമെൻഷൻ ഉണ്ട് എന്നാകും. ഇപ്പോൾ 3 ഉണ്ടെങ്കിൽ ഇവിടെയുള്ള n വേരിയബിൾസ് ഉണ്ടല്ലോ, n വേരിയബിൾസിൽ നിന്ന് നമുക്കിവിടെ കിട്ടിയിട്ടുള്ള ഫണ്ടമെൻ്റൽ ഡയമെൻഷനായ എമ്മിനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നമ്പർ കിട്ടും. ആ നമ്പറിനെയാണ് എന്ത്? ഡയമെൻഷൻലെസ് നമ്പർ ഓഫ് ഡയമെൻഷണൽ ഗ്രൂപ്പ്സ് ആയിട്ട് നമ്മൾ എടുക്കും. ആ ഡയമെൻഷൻലെസ് ഗ്രൂപ്പിനെയാണ് എന്ത്? പൈ ടേം എന്ന് പറയുക. പൈ ടേം എന്ന് പറയും. അപ്പോൾ ഈ പൈ ടേം എന്ന് പറയുന്നത് ഈക്വൽ ആയിട്ടായിരിക്കും n മൈനസ് എമ്മിന് ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ n എന്ന് പറയുന്ന വാല്യൂ ഇപ്പോൾ ഒരു 5 ആണെന്ന് ഇരിക്കട്ടെ. m എന്ന് പറയുന്ന വാല്യൂ നമുക്ക് 3 കിട്ടുകയാണ് അല്ലേ. MLT, എമ്മിൻ്റെ വാല്യൂ, എമ്മിൻ്റെ ഡയമെൻഷനുള്ള ഒരു ഇതുണ്ട്, അപ്പോൾ എല്ലിൻ്റെ ഉണ്ട്, ടിൻ്റെ ഉണ്ട്. അപ്പോൾ 3 ആയി. അപ്പോൾ 5 മൈനസ് 3 ചെയ്യുമ്പോൾ എത്രയാണ്? 2 എന്ന് കിട്ടണം. അപ്പോൾ എത്ര പൈ ടേം ഉണ്ട്? 2 പൈ ടേം വരിക. അപ്പോൾ π1 π2 എന്നാണ് എഴുതുക. അപ്പോൾ ഇവിടെ എല്ലാം n നമ്പേഴ്സിൽ കാണുമ്പോൾ ഇവിടെ പൈ ടേം എത്രയായിരിക്കും വരിക? n മൈനസ് 3 പൈ ടേംസ് അല്ലേ വരിക, ഡയമെൻഷൻലെസ് ടേംസ് അല്ലേ വരിക. അപ്പോൾ ഇങ്ങനെ എഴുതും? ഇതിനെ നമ്മൾ വീണ്ടും എഴുതും. ഫംഗ്ഷൻ ഓഫ് f1 ഓഫ് π1 π2 π3 അപ് ടു എത്രയാണ്? π n മൈനസ് m ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് എഴുതും.
ഓക്കെ, ഇനി ഇതിൽ ഈ പൈ ടേമിൽ ഓരോ പൈ ടേമിലും m+1 വേരിയബിൾസ് ഉണ്ടാവും. ഇങ്ങനെയാണ് m+1 വേരിയബിൾസ് ഉണ്ടാവും. അതായത് ഓരോ പൈ ടേം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ π1 എടുക്കുകയാണെങ്കിൽ π1 കൂടെ ഇവിടെ നമുക്ക് കിട്ടിയ ഫണ്ടമെൻ്റൽ ഡയമെൻഷൻ എത്രയാണോ എത്രയാണോ ആ ഫണ്ടമെൻ്റൽ ഡയമെൻഷൻ ഉണ്ടാവും. അതിൻ്റെ കൂടെ എന്താണ് ഒരു +1 വേരിയബിൾ ഉണ്ടാവും. ഓക്കെ, ആ +1 വേരിയബിളിനെയാണ് എന്തെന്ന് പറയുക, റിപ്പീറ്റിംഗ് വേരിയബിൾ എന്ന് പറയും. അപ്പോൾ ദീസ് വേരിയബിൾസ് വിച്ച് അപ്പിയർ റിപ്പീറ്റഡ്ലി ഇൻ ഈച്ച് ഓഫ് ദ പൈ ടേംസ് ആർ കോൾഡ് റിപ്പീറ്റിംഗ് വേരിയബിൾ. m+1 വേരിയബിൾസ് ഉണ്ടാവും. ആ +1 ആണ് എന്ത്, നമുക്ക് ഈ ഫണ്ടമെൻ്റൽ ഡയമെൻഷൻ MLT ഉണ്ട്, അത് എല്ലാത്തിലും റിപ്പീറ്റ് ചെയ്ത് വരും. അതിൻ്റെ കൂടെ എന്താണ് എക്സ്ട്രാ ഒരു വേരിയബിൾ വരും. അപ്പോൾ ഈ m ഡയമെൻഷൻസ് ഉണ്ടല്ലോ, അതാണ് എന്ത് റിപ്പീറ്റിംഗ് വേരിയബിൾസ് ഉണ്ട്. റിപ്പീറ്റിംഗ് വേരിയബിൾസ് ആർ ചൂസൺ ഫ്രം എമംഗ് ദ വേരിയബിൾസ് സച്ച് ദാറ്റ് ദേ ടുഗദർ ഇൻവോൾവ് ഓൾ ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ്. റിപ്പീറ്റിംഗ് വേരിയബിൾ ചൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. റിപ്പീറ്റിംഗ് വേരിയബിൾ ചൂസ് ചെയ്യേണ്ട രീതിയുണ്ട്. ആ റിപ്പീറ്റിംഗ് വേരിയബിൾ എല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്കെന്താണ് ഈ ഫണ്ടമെൻ്റൽ ഡയമെൻഷൻ കിട്ടണം, അത് MLT കിട്ടണം. ആൻഡ് ദേ ദംസെൽസ് ഡു നോട്ട് ഫോം എ ഡയമെൻഷൻലെസ് പാരാമീറ്റർ. ആ റിപ്പീറ്റിംഗ് വേരിയബിൾ നമ്മൾ ചൂസ് ചെയ്ത ഇത് തമ്മിൽ എന്താണ് ഒരു ഡയമെൻഷൻലെസ് പാരാമീറ്റർ ഫോം ചെയ്യാൻ പാടില്ല. കാരണം ഒന്ന് മാസ് ആയിരിക്കണം, ഒന്ന് ലെങ്ത് ആയിരിക്കണം, ഒന്ന് ടൈം ആയിരിക്കണം. ഓക്കെ, അത് തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ ഡയമെൻഷൻലെസ് ടേം ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ എക്സാമ്പിൾ പറയുന്നത്. ഇപ്പോൾ x1 x2 x3 x5 എന്ന് പറഞ്ഞ വേരിയബിൾസ് ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്ര വേരിയബിൾ ഉണ്ട്, 5 വേരിയബിൾ ഉണ്ട്. കാരണം x എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ, ദെൻ x1 x2 x3 x4 അല്ലേ. x ഡിപ്പെൻഡൻ്റ് ആണ് ഇതൊക്കെ x1 x2 x3. അപ്പോൾ ഇവിടെ ഇത് 1 2 3 4 5 വേരിയബിൾസ് ഉണ്ട്. അതാണ് n 5 എന്ന് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ ഫണ്ടമെൻ്റൽ ഡയമെൻഷൻ 3 ഉണ്ട് എന്ന് ഇമാജിൻ ചെയ്യുക. എക്സിനിപ്പോൾ ഒന്നിൽ എമ്മും ഒന്നിൽ എല്ലും ഒന്നിൽ ടിയും വരുന്ന ടേംസ് ഉണ്ട് എന്ന് ഇമാജിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര പൈ ടൈം കിട്ടി അല്ലേ, 5 - 3 ചെയ്യുമ്പോൾ 2 കിട്ടി, 2 പൈ ടൈം. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് എന്താണ് π1 π2 എന്ന് എഴുതും. ഇനി ഓരോ പൈ ടൈമിൽ എന്താണ് 3+1 വേരിയബിൾസ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് അല്ലേ. അതിൽ ഈ 3 എന്ന് പറയുന്നത് എന്താണ് റിപ്പീറ്റിംഗ് വേരിയബിൾസ് ആണ് അല്ലേ. x1 x2 x3 എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കും. ദെൻ ഇതിനെ സോൾവ് ചെയ്യുന്ന മെത്തേഡാണ്, അത് നമുക്ക് എന്തായാലും ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. അപ്പോൾ എന്തായാലും ഈ ബെക്കിൻഹാം പൈ തിയറം എന്ന് പറഞ്ഞ ഒരു ചെറിയ ഐഡിയ ഉണ്ടാക്കി വയ്ക്കുക. ഇവിടെ ഈ തിയറമാണ് വേണ്ടത്. ഈ തിയറം ഒന്ന് പഠിച്ചു വയ്ക്കുക, ചിലപ്പോൾ നിങ്ങൾക്ക് 2 മാർക്കിനൊക്കെ ചോദിക്കും. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വയ്ക്കുക. നമുക്ക് ഈ പ്രോബ്ലം പറയുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ റിപ്പീറ്റിംഗ് വേരിയബിൾ ഉണ്ട്. റിപ്പീറ്റിംഗ് വേരിയബിൾ സെലക്ട് ചെയ്യേണ്ടതൊക്കെ ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ പറയാം. നിങ്ങളിവിടെ ഈ ഒരു ഇതാണ് പ്രൊസീജിയറാണ്, അതിൽ ഈ ഒരു പ്രോബ്ലമാണ് നോക്കേണ്ടത്. ഞാൻ ഈ പോയിൻ്റർ ഇട്ടിറങ്ങി. ദ റെസിസ്റ്റൻസ് ഫോർ R ഓഫ് എ സൂപ്പർസോണിക് പ്ലെയിൻ ഡ്യൂറിംഗ് ഫ്ലൈറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ഡിപ്പെൻഡൻറ്റ് upon the length of aircraft, velocity v, air viscosity mu, air density rho and bulk modulus of air k. Express the functional relationship between the variables and the resulting force. ഇങ്ങനെയാണ് നമുക്ക് ചോദ്യം തരിക. ഓക്കെ, ഇവിടെ ഒരു റെസിസ്റ്റിംഗ് ഫോഴ്സ് ആണ്, ഒരു സൂപ്പർസോണിക് പ്ലെയിനിൻ്റെ റെസിസ്റ്റിംഗ് ഫോഴ്സ് R എന്ന് തന്നിട്ടുണ്ട്. ഈ R ഡിപ്പെൻഡ് ചെയ്യണോ അല്ലേ, ഈ റെസിസ്റ്റൻറ്റ് ഫോഴ്സിന് കൺസിഡർഡ് ആസ് ഡിപ്പെൻഡൻറ്റ്. R ഡിപ്പെൻഡ് ചെയ്യണോ, എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യണം, എയർക്രാഫ്റ്റിൻ്റെ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യണം. ആ ലെങ്ത്ത് എന്താണ് L എന്ന് പറഞ്ഞു തരും അവർ ചോദ്യത്തിൽ. വെലോസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യണം, വിനെ ഡിപ്പെൻഡ് ചെയ്യണം, വിസ്കോസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യണം, മ്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഡെൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ബൾക്ക് മോഡുലസ് കെനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളിലെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യമാണ്, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവിടെ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഫങ്ഷണൽ റിലേഷൻഷിപ്പിൽ എഴുതണം അല്ലേ. എന്താണ് റെസിസ്റ്റിംഗ് ഫോഴ്സ് R ഡിപ്പെൻഡ് ചെയ്യണം. ഏതിനൊക്കെ, ഒന്നാമത്തെ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, രണ്ടാമത്തെ വെലോസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, മൂന്നാമത്തെ വിസ്കോസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, നാലാമത്തെ ഡെൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അഞ്ചാമത്തെ ബൾക്ക് മോഡുലസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിനെ മാത്തമാറ്റിക്കലി എഴുതുമ്പോൾ എങ്ങനെ എഴുതാം, R ഈക്വൽ ടു എന്താണ് ഫംഗ്ഷൻ ഓഫ് L V mu L, V, mu, rho, k എന്ന് എഴുതാം. ഓക്കെ, ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ഇനി ഇതിനെ വീണ്ടും മാറ്റി ചെയ്ത് എങ്ങനെയാണ്, F1 ഓഫ് ഫംഗ്ഷൻ ഓഫ് എന്താണ് ഡിപ്പെൻഡൻറ്റ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എല്ലാം കൂടി ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ എഴുതാണ്. സോ F1 ഓഫ് R, L, V, rho, k ഈക്വൽ ടു 0 എന്ന് എഴുതാം അല്ലേ. ഇനി ഇക്വേഷൻ 2 എന്ന് കിട്ടും. ഇനി ഇവിടെ എത്ര വേരിയബിൾ ഉണ്ട് നോക്കുക, എത്രയാണ്, 1 2 3 4 5 6 വേരിയബിൾസ് ഉണ്ട് അല്ലേ. ഇവിടെ ഒന്ന് മിസ്സായിട്ടുണ്ട് കേട്ടോ, ഇവിടെ എഴുതുമ്പോൾ ഒന്ന് മിസ്സായിട്ടുണ്ട്. ഇവിടെ മ്യൂ ഉണ്ട് കേട്ടോ, ഇവിടെ മ്യൂ മിസ്സായിട്ടുണ്ട്, നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. R, L, V, mu, rho, k എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ മൊത്തം എത്ര വേരിയബിൾ ഉണ്ട്, 6 വേരിയബിൾ ഉണ്ട്. ഇവിടെ നിന്ന് 1 2 3 4 5 6 വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വേരിയബിൾസ് എത്രയാണ്, n, സ്മോൾ ലെറ്റർ n എത്രയാണ്, 6 ആണ്, 6 വേരിയബിൾസ്. ഇനി അടുത്താണ് ഫണ്ടമെൻ്റൽ ഡയമെൻഷൻസ് കാണണം അല്ലേ.
അപ്പോൾ ഫണ്ടമെൻ്റൽ ഡയമെൻഷൻ എം ഈക്വൽ ടു 3 എന്നിട്ടുണ്ട്. അതെങ്ങനെ കിട്ടിയെന്നുള്ളതാണ്. എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെയുള്ള ഈ വേരിയബിൾസ് ഉണ്ടല്ലോ, ഡിപ്പെൻഡൻറ്റും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ട്, അത് ഓരോന്നിൻ്റെയും ഡയമെൻഷൻസ് നമ്മൾ എഴുതണം. ആർ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് നത്തിങ് ഫോഴ്സ് ആണ്. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്താണ്? ml(T⁻²) ആണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ ഒന്നും തന്നെ നമുക്ക് കിട്ടി. എന്താണ്? mlt ഉണ്ട് അല്ലേ. ഇവിടെ നമുക്ക് ഈ ആർ, വി, മ്യൂ, റോ, കെ, എൽ ഇതിൽ നിന്ന് എല്ലാം കൂടിയിട്ട് നമ്മൾ എടുക്കുമ്പോൾ എന്ത് കിട്ടിയാൽ മതി? mlt കിട്ടിയാൽ മതി. എല്ലാത്തിനും കൂടിയിട്ട് mlt എന്ന് കിട്ടിയാൽ മതി. അപ്പോൾ ഇത് ഒന്നും തന്നെ എന്താണ്? mlt കിട്ടിയിട്ടുണ്ട്. സോ എന്താണ്? ഫണ്ടമെൻ്റൽ ഡയമെൻഷൻ എന്താണ്? 3 തന്നെയാണ്. ഓക്കെ. പക്ഷേ എങ്കിലും നമുക്ക് ഇതിൻ്റെ എല്ലാത്തിനും ഡയമെൻഷൻ ആണ്. വി എന്ന് പറഞ്ഞാൽ LT⁻⁻1 ആണ്, മ്യൂ എന്ന് പറഞ്ഞാൽ MT⁻⁻1 ആണ്. ഓക്കെ. അതുപോലെ ml⁻³ ആണ് റോ, കെ എന്ന് പറഞ്ഞാൽ mlt⁻². ആണ്. ഓക്കെ, ഇത് അറിഞ്ഞിരിക്കാം. അപ്പോൾ നമുക്ക് ഫണ്ടമെൻ്റൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താണ്? എത്ര പൈ ടേം ഉണ്ട് എന്നാണ് അറിയേണ്ടത് അല്ലേ. ഡയമെൻഷൻലെസ് നമ്പർ, ഈ പൈ ടേമിനെയാണ് ഡയമെൻഷൻലെസ് നമ്പർ എന്ന് പറയുന്നത്. അതിനെന്താ ചെയ്യുക? n - m എന്നാണ് ചെയ്യുക. n എത്രയാണ്? 6 ആണ്. m എത്രയാണ്? 3 ആണ്. അപ്പോൾ 6 - 3 ചെയ്യുമ്പോൾ 3 പൈ ടേംസ് ഉണ്ട്. അപ്പോൾ എത്രയാണ് പൈ ടേംസ് എന്ന് പറയുമ്പോൾ? എത്ര? π1, π2, π3 ഉണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇക്വേഷൻ 2നെ പകരം എങ്ങനെ എഴുതാം? f1 π1, π2, π3 = 0 എന്ന് എഴുതാം. ഇതിനെ ഇക്വേഷൻ 3 എന്ന് കൊടുക്കാം. അപ്പോൾ ഇത്രയുമാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത് എന്തൊക്കെയാണ്? നമ്മൾ ഇതിനെ ആദ്യം ഒരു മാത്തമാറ്റിക്കൽ ഫോമിൽ എഴുതി. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് പറഞ്ഞ് എഴുതി. ദെൻ ഇതെല്ലാം കൂടിയിട്ട് നമ്മളൊരു ഫംഗ്ഷനാക്കി എഴുതി. ദെൻ എത്ര വേരിയബിൾസ് ഉണ്ട് എന്ന് എഴുതി. ദെൻ അതിൻ്റെ ഫണ്ടമെൻ്റൽ ഡയമെൻഷൻ കണ്ടുപിടിച്ചു. ഡയമെൻഷൻ ചെയ്തിട്ട് ഫണ്ടമെൻ്റൽ ഡയമെൻഷൻ കണ്ടുപിടിച്ചു. ദെൻ എത്ര ഡയമെൻഷൻലെസ് ടേംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയാണ്. ദാറ്റ് ഈസ് പൈ ടേം കണ്ടുപിടിക്കുകയാണ്. അത് കാണാൻ വേണ്ടി n - m ആണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ചെയ്തപ്പോൾ 3 കിട്ടി. ദെൻ പൈ ടേമിൻ്റെ ഫോമിൽ എഴുതി. f1 π1, π2, π3 = 0 എന്ന് എഴുതി. അതിന് ഒരു ഇക്വേഷൻ കൊടുത്തു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓരോ പൈ ടേമിൽ എന്ത് കണ്ടെയ്ൻ ചെയ്യേണ്ടത്? m+1 വേരിയബിൾസ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. ഇല്ലേ m ഈസ് ഈക്വൽ ടു എന്താണ്? 3 ആണ് അല്ലേ. m ഇവിടെ 3 ആണെന്ന് പറഞ്ഞിട്ട് ഈ എമ്മിന് തന്നെ എന്താണ് എന്തെന്ന് പറയുന്നത്? റിപ്പീറ്റിംഗ് വേരിയബിൾസ് എന്നും പറയുന്നത്. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ ഡയമെൻഷനാണ് m അല്ലേ. ഈ ഫണ്ടമെൻ്റൽ ഡയമെൻഷൻ എങ്ങനെ സെലക്ട് ചെയ്യുന്നതാണ്? ഈ റിപ്പീറ്റിംഗ് വേരിയബിൾ എങ്ങനെ സെലക്ട് ചെയ്യുന്നതാണ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ഔട്ട് ഓഫ് 6 വേരിയബിൾസ് 6 വേരിയബിൾസ് ഉണ്ട് നമുക്ക് അല്ലേ. R ഉണ്ട്, L ഉണ്ട്, V ഉണ്ട്, മ്യൂ ഉണ്ട്, റോ ഉണ്ട്, കെ ഉണ്ട്. ഇതിൽ നിന്ന് 3 വേരിയബിൾസ് ആർ ടു ബി സെലക്റ്റഡ് ആസ് റിപ്പീറ്റിംഗ് വേരിയബിൾ. ഇതിൽ നിന്ന് 3 വേരിയബിളാണ് നമ്മൾ എന്ത് റിപ്പീറ്റിംഗ് വേരിയബിളായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. റിപ്പീറ്റിംഗ് വേരിയബിൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമുക്കിവിടെയുള്ള ഈ 6 വേരിയബിൾസിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. ഇതിൽ ഏതാണ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളത്? ഈ ക്യാപിറ്റൽ ലെറ്റർ R ആണ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളത് അല്ലേ. റെസിസ്റ്റൻറ്റ് ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ ആണ്. അപ്പോൾ ഈ R നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ R നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതാ പറഞ്ഞത് R ഈസ് എ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് ഷുഡ് നോട്ട് ബി സെലക്റ്റഡ് ആസ് എ റിപ്പീറ്റിംഗ് വേരിയബിൾ. ഇത് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ള എന്താണ്? L, V, മ്യൂ, റോ, കെ ആണ്. ഓക്കെ. അപ്പോൾ ബാക്കി എത്ര? 5 വേരിയബിൾസ് ഉണ്ട്. ഈ ഔട്ട് ഓഫ് 5 റിമൈനിങ് വേരിയബിൾസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? 1 വേരിയബിൾ, ഈ 5 വേരിയബിൾസിൽ നിന്നാണ് നമുക്ക് റിപ്പീറ്റിംഗ് വേരിയബിൾ സെലക്ട് ചെയ്യേണ്ടത്. ആ റിപ്പീറ്റിംഗ് വേരിയബിൾ സെലക്ട് ചെയ്യാനുള്ള കണ്ടീഷനാണ് നോട്ട് ചെയ്തെടുക്കുക. അതിൽ റിപ്പീറ്റിംഗ് വേരിയബിൾ 3 എണ്ണമാണ് എടുക്കുന്നത്. ഫണ്ടമെൻ്റൽ ഡയമെൻഷൻ 3 ആയിട്ടുണ്ട്. ആ 3 എണ്ണത്തിൽ കണ്ടീഷനിങ് ആണ്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ജോമെട്രിക് പ്രോപ്പർട്ടി ആയിരിക്കണം. 1 വേരിയബിൾ ഷുഡ് ഹാവ് എ ജോമെട്രിക് പ്രോപ്പർട്ടി. ജോമെട്രിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ലെങ്ത്ത്, ഡയാമീറ്റർ, ഹൈറ്റ്, ഹെഡ്, ഓക്കെ, അതിനെയാണ് ജോമെട്രിക് പ്രോപ്പർട്ടി എന്ന് പറയുക. രണ്ടാമത്തെ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഷുഡ് ഹാവ് എ ഫ്ലോ പ്രോപ്പർട്ടി. ഫ്ലോ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഈ വെലോസിറ്റി, ആക്സിലറേഷൻ എന്നുള്ള കാര്യങ്ങളാണ്. മൂന്നാമത്തെ വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഫ്ലൂയിഡ് പ്രോപ്പർട്ടി ഉള്ളതായിരിക്കണം. ഫ്ലൂയിഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി, വിസ്കോസിറ്റി എന്നീ പാരാമീറ്റേഴ്സ് ഉള്ളതായിരിക്കണം. ഓക്കെ. അപ്പോൾ ഈ റിക്വയർമെൻറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞതിന് ഏതാ സെലക്ട് ചെയ്യുക? L, V, മ്യൂ, റോ, കെ അല്ല. ആദ്യം എന്താ പറഞ്ഞത്? ഡയമെൻഷണൽ ജോമെട്രിക് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ജോമെട്രിക് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾ പറഞ്ഞാൽ ലെങ്ത്ത്, ഡയമീറ്റർ, ഹൈറ്റ് ആണ്. ഇതിൽ ഏതേ ഉള്ളൂ? ലെങ്ത്തേ ഉള്ളൂ അല്ലേ. എൽ എടുത്തു. രണ്ടാമത്തെ ഫ്ലോ പ്രോപ്പർട്ടിയാണ്. ഫ്ലോ പ്രോപ്പർട്ടിക്ക് ഞാൻ എന്താ പറഞ്ഞത്? വെലോസിറ്റി, ആക്സലറേഷൻ ആണ്. അപ്പോൾ ഇതിൽ വെലോസിറ്റി ആണുള്ളത് അല്ലേ. മ്യൂ എടുത്തു. മൂന്നാമത്തെ എന്താണ്? ഫ്ലൂയിഡ് പ്രോപ്പർട്ടിയാണ്. ഫ്ലൂയിഡ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എന്താണ്? ഡെൻസിറ്റി, വിസ്കോസിറ്റി എന്നാണ് പറഞ്ഞത്. ഇവിടെ നമുക്ക് ഡെൻസിറ്റിയാണ് ഇവിടെ എടുക്കുന്നത്. ഓക്കെ. ഡെൻസിറ്റി നമുക്ക് സെലക്ട് ചെയ്യാം. L, V ആൻഡ് റോ ആസ് റിപ്പീറ്റിംഗ് വേരിയബിൾസ്. ഓക്കെ, റോ എടുക്കാം. ഓക്കെ. മാക്സിമം ഡെൻസിറ്റി തന്നെ ചൂസ് ചെയ്യണമാണ് നല്ലത്. മ്യൂ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന ഫ്ലൂയിഡിൻ്റെ പ്രോബ്ലത്തിൽ വല്ല വിസ്കസ് ഫ്ലോ എന്നൊക്കെയാണ് തന്നതെങ്കിൽ അവിടെ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം? ഈ ഫ്ലൂയിഡ് പ്രോപ്പർട്ടിക്ക് പ്രോപ്പർട്ടിയുടെ അവിടെ എന്താണ് എടുക്കേണ്ടത്? മ്യൂ ആണ് എടുക്കേണ്ടത്. ക്ലിയർ? വിസ്കസ് ഫ്ലോ എന്ന് പറഞ്ഞിട്ട് അതൊന്ന് ഓർത്ത് വയ്ക്കുക.
ഓക്കെ, ഇനി ഈ റിപ്പീറ്റിംഗ് വേരിയബിൾസ് തമ്മിൽ ഡയമെൻഷൻലെസ് ടേം ഉണ്ടാവാനും പാടില്ല. കാരണം ഇതിൻ്റെയൊക്കെ നമ്മൾ ഡയമെൻഷൻ എഴുതി നോക്കുമ്പോൾ ഡയമെൻഷൻ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡയമെൻഷൻലെസ് ടേം ആയിട്ട് മാറാൻ പാടില്ല. അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിലിപ്പോൾ ഫണ്ടമെൻ്റൽ ഡയമെൻഷൻ എന്താണ്? ഇതല്ല, ഈ റിപ്പീറ്റിംഗ് വേരിയബിൾ എല്ലാം കൂടി എടുക്കുമ്പോൾ എന്താണ് ഫണ്ടമെൻ്റൽ ഡയമെൻഷൻ 3യും ഉണ്ടാവണം അല്ലേ? അത് നോക്കണം എങ്ങനെയാണ്? ഇതിൻ്റെ ഓരോന്നിൻ്റെ ഡയമെൻഷൻ എന്താണ്? എല്ലിൻ്റെ ഡയമെൻഷൻ എന്താണ്? ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ ലെറ്റർ എൽ ആണ് അല്ലേ? വെലോസിറ്റിൻ്റെ ഡയമെൻഷൻ ml പവർ -1 ആണ്. ഇവിടെ ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ ml പവർ -3 ആണ്. ഇതിൻ്റെ ഡയമെൻഷൻസ് തമ്മിൽ 0 ആയി പോവോ? ഇല്ല. L പവർ 1 ആണ്, ഇവിടെ L പവർ 1 ആണ്. അപ്പോൾ L പവർ 2 ആണ്, ഇവിടെ L പവർ -3 ആണ്. അത് പോവില്ല. ഇവിടെ T ഒന്നേ ഉള്ളൂ, M ഒന്നേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഡയമെൻഷൻലെസ് ടേം ആവാനുള്ള ഈ എല്ലാ 3 ടേം കൂടി എന്ന ഫണ്ടമെൻ്റൽ ഡയമെൻഷൻ ഉണ്ട്. കാരണം ഇതിൽ L ഉണ്ട്, ഇതിലും L ഉണ്ട്, ഇതിൽ T ഉണ്ട്, ഇതിൽ M ഉണ്ട്. അപ്പോൾ M ഉണ്ട്, L ഉണ്ട്, T ഉണ്ട്. Okay, and hence 3 fundamental dimensions exist in LV row and they themselves do not form dimensionless group. ഇത് തമ്മിൽ ഡയമെൻഷൻലെസ് ഗ്രൂപ്പ് ഫോം ചെയ്യാൻ പാടില്ല. ഇത് നമ്മൾ നോക്കുമ്പോൾ ഡയമെൻഷൻലെസ് ഗ്രൂപ്പ് ഫോം ആവണില്ല. ഓക്കെ, ഇത് സ്റ്റെപ്പ് 2 കഴിഞ്ഞു. അപ്പോൾ സ്റ്റെപ്പ് 2 എന്താണ്? റിപ്പീറ്റിംഗ് വേരിയബിൾ സെലക്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ റിപ്പീറ്റിംഗ് വേരിയബിൾ സെലക്ട് ചെയ്യാനായിട്ട് മെയിൻ 3 കണ്ടീഷനാണ്. അതായത് ആദ്യം ജോമെട്രിക് പ്രോപ്പർട്ടി ആയിരിക്കണം, ഫസ്റ്റ് വൺ. സെക്കൻഡ് എന്താണ്? ഫ്ലോ പ്രോപ്പർട്ടി ആയിരിക്കണം. തേർഡ് എന്താണ്? ഫ്ലൂയിഡ് പ്രോപ്പർട്ടി ആയിരിക്കണം. ഇനി സ്റ്റെപ്പ് 3 എന്താണ്? ഈ ഓരോ പൈ ടേമിനെയും ഓരോ ഇക്വേഷനിലാക്കി എഴുതണം. അതായത് ഈച്ച് പൈ ടേം കണ്ടെയ്ൻസ് m+1 വേരിയബിൾസ് എന്നാണ് പറഞ്ഞത് അല്ലേ? m+1 വേരിയബിൾ. അതായത് ഇപ്പോൾ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് ഇത്രയും വേരിയബിൾസ് ഉണ്ടെന്ന് പറഞ്ഞു. L, R, L, V, mu, rho, K എന്നുണ്ട്. അതിലിപ്പോൾ L, V, rho എന്താണ്? റിപ്പീറ്റിംഗ് വേരിയബിളായി പോയി. ബാക്കിയുള്ള എന്താണ്? R, mu, K ഉണ്ട് അല്ലേ? അതിനിങ്ങനെ പൈ ടേമിൻ്റെ ഇക്വേഷൻ ചെയ്തു. അപ്പോൾ π1 3 പൈ ടേമല്ലേ ഉള്ളത്. n-m ചെയ്യുമ്പോൾ നമുക്ക് 3 ആണ് കിട്ടിയത് അല്ലേ? അപ്പോൾ π1 ഈക്വൽ ടു എന്താണ്? ആദ്യം റിപ്പീറ്റിംഗ് വേരിയബിൾ L, V, rho. അപ്പോൾ എന്ത് ചെയ്യണം? π1 ആയതുകൊണ്ട് L പവർ A1, V പവർ B1, റോ പവർ C1, പിന്നെ എന്ത് ചെയ്യണു? R, റെസിസ്റ്റിംഗ് ഫോഴ്സ് R, കാരണം ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ റിമൈനിങ് ആയിട്ടുള്ള R. ദെൻ π2 കറക്റ്റ് ആ ഓർഡറിൽ എഴുതി പോകാം കേട്ടോ. π2 എന്ന് പറയുമ്പോൾ L പവർ A2, V പവർ B2, റോ പവർ C2, ദെൻ ഉള്ളത് mu ആണ്. ദെൻ π3 എന്ന് പറയുമ്പോൾ L പവർ A3, V പവർ B3, റോ പവർ C3, ദെൻ K ആണ് ബൾക്ക് മോഡുലസ്. ഓക്കെ, സ്റ്റെപ്പ് 3 ആയി. സ്റ്റെപ്പ് 3ൽ എന്താണ്? ഓരോ പൈ ടേമും എന്താണ്? m+1 വേരിയബിൾസിൻ്റെ ഇക്വേഷനിൽ എഴുതി. ദെൻ അടുത്ത് എന്താണ്? ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പൈനെ സോൾവ് ചെയ്യുകയാണ്. ഈച്ച് പൈ ടേം ഈ സോൾവ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡയമെൻഷണൽ ഹോമോജിനിറ്റി. ഓക്കെ, ഡയമെൻഷണൽ ഹോമോജിനിറ്റി അല്ലേ? ഹോമോജിനിയസ് ഇക്വേഷൻ അല്ലേ? ഡയമെൻഷണൽ ഹോമോജിനിറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആ മെത്തേഡിൽ എന്താണ്? അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് എന്നാണ് അല്ലേ? ആ ഒരു മെത്തേഡിൽ നമ്മൾ ഓരോ പൈ ടേമിനും സോൾവ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ π1 എടുക്കുകയാണ്. ഈ π1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയമെൻഷൻലെസ് ടേം അല്ലേ? പൈന്ന് എടുക്കുന്നത് ഡയമെൻഷൻലെസ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ് അല്ലേ? അതിനെന്താണ്? MLT എന്ന് എഴുതി. ഇനി ഒരു ഡയമെൻഷൻ ഇല്ല, അതുകൊണ്ട് m പവർ 0, L പവർ 0, T പവർ 0 എന്ന് ഇട്ടു. വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ ആദ്യത്തെ ടേം എന്താണ്? L പവർ A1 എന്നല്ലേ? L എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ലെങ്ത് അല്ലേ? ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ L അല്ലേ? അപ്പോൾ ഇവിടെ ഇട്ടു ക്യാപിറ്റൽ ലെറ്റർ L പവറിലുള്ള A1 കൊടുത്തു. അടുത്ത എന്താ? വെലോസിറ്റി ആണ് അല്ലേ? വെലോസിറ്റിൻ്റെ ഡയമെൻഷൻ എന്താണ്? LT പവർ -1 ആണ്. LT പവർ -1 ഹോൾ പവർ B1 ഇട്ടു. അടുത്ത എന്താണ്? ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ എന്താണ്? ml പവർ -3 ആണ്. ml പവർ -3 ഹോൾ പവർ C1 ഇട്ടു. അടുത്ത എന്താണ്? R ആണ് അല്ലേ? റെസിസ്റ്റിംഗ് ഫോഴ്സ് ആണ്. ആറിൻ്റെ ഡയമെൻഷൻ എന്താണ്? mlt പവർ -1 ആണ് അല്ലേ? mlt പവർ -2 ആണ്. mlt പവർ -2 ഓക്കെ, ഇവിടെ ഒരു മിസ്റ്റേക്കാണ്, പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക്. ഇവിടെ 1 ഇല്ല, ഈ ടീൻ്റെ ഇവിടെയാണ് -2. mlt പവർ -2 ആണ്. അത് എഴുതി. ഇനി ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് വെച്ചാൽ ഓരോ പവേഴ്സ് തമ്മിൽ സോൾവ് ചെയ്യണം. ആദ്യം ഈ എമ്മിൻ്റെ പവർ തമ്മിൽ സോൾവ് ചെയ്യണം. എമ്മിൻ്റെ പവർ, എല്ലിൻ്റെ പവർ, ടീൻ്റെ പവർ സോൾവ് ചെയ്യാണ്. ഓക്കെ, ഇക്വേറ്റ് ചെയ്യാണ്. അപ്പോൾ പവർ ഓഫ് എം നോക്കുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എമ്മിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ് അല്ലേ? ഇതാണ് കേട്ടോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, ഇത് റൈറ്റ് ഹാൻഡ് സൈഡാണ്. അപ്പോൾ എമ്മിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ 0, വിച്ച് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ എമ്മിൻ്റെ പവർ എന്താണ്? ഇവിടെ എം ഉണ്ട് അല്ലേ? എമ്മിൻ്റെ പവർ എന്താണ്? C1 അല്ലേ വരിക അല്ലേ? ഈ L പവർ -3 ആണ്, എല്ലിന് മാത്രമാണ് -3, എമ്മിനില്ല. അപ്പോൾ M പവർ C1 ആണ് വരിക. അപ്പോൾ C1 പ്ലസ് ഇവിടെ എന്താണ്? പവർ 1 ആണ്, എമ്മിൻ്റെ പവർ 1 ആണ്. അപ്പോൾ C1 + 1. അപ്പോൾ എന്താണ്? ഇവിടെ C1 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? -1 എന്ന് കിട്ടി. C1 ഈക്വൽ ടു -1 എന്ന് കിട്ടി. അതേപോലെ ഇനി എല്ലിൻ്റെ പവർ സോൾവ് ചെയ്യണം. എല്ലിൻ്റെ പവർ എന്താണ്? 0 ആണ്. അപ്പോൾ 0 വിച്ച് ഈസ് ഈക്വൽ ടു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എല്ലിൻ്റെ പവർ 0 ആണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ എല്ലിൻ്റെ പവർ ഇവിടെ A1 ഉണ്ട്, A1 ഇവിടെ എന്താണ്? B1 ഉണ്ട്. അപ്പോൾ A1 + B1 ഇവിടെ എന്താണ്? -3 ഉണ്ട്, C1 ഉണ്ട്, -3C1 ഉണ്ട്. അപ്പോൾ -3C1 ഇവിടെ എല്ലിൻ്റെ പവർ 1 ആണ്, +1. ഓക്കെ, ഇതവിടെ നിൽക്കട്ടെ. കാരണം ഇവിടെ ഇപ്പോൾ C1 അറിയാം,
അപ്പോൾ അതൊന്ന് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിൽക്കുക അല്ലേ. അപ്പോൾ എങ്ങനെ എടുക്കുക, A1 നിർത്തിയിട്ട് ബാക്കിയുള്ള ടേമിന് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തുണ്ട്. സോ ദെയർഫോർ A1 ഈക്വൽ ടു B1 മൈനസ് ആവും, മൈനസ് B1 മൈനസ് 3C പ്ലസ് 3C1 ആവും, ദെൻ പ്ലസ് 1 മൈനസ് 2 ആവും. ഇതിൽ സിക്ക് വാല്യൂ കൊടുക്കുകയാണ്. സിക്ക് എന്താ വാല്യൂ കൊടുക്കണത്, സിക്ക് -1 എന്ന് കൊടുക്കാം അല്ലേ. സിക്ക് -1 കൊടുക്കുമ്പോൾ 3 ഇൻറ്റു -1 -3 എന്നാണ് വരിക. ഇതിവിടെ നിൽക്കട്ടെ, ഇതിവിടെ ഇവർ സോൾവ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ നമുക്ക് ബിയുടെ വാല്യൂ അറിയില്ല, ബിയുടെ വാല്യൂ അടുത്തതിലാണ് കണ്ടുപിടിക്കണം. അത് എന്തിട്ട് സോൾവ് ചെയ്യാണ് ചെയ്യാം. ഇനി നമുക്ക് ടിയുടെ പവർ കണ്ടുപിടിക്കാം. ടിയുടെ പവർ എന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്, 0 ആണ്, 0. റൈറ്റ് ഹാൻഡ് സൈഡോ ഇവിടെ ഇല്ല, ഇവിടെ ഉണ്ട്. എത്രയാണ്, -1 B1 അല്ലേ. ഇപ്പോൾ -B1 ചെയ്താൽ ഇവിടെയോ ടിയുടെ പവർ -2 ആണ്, -2. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, B1 ഈക്വൽ ടു എത്രയാണ്, -2 ആണ്. അപ്പോൾ B1 ഈക്വൽ ടു എത്രയാണ്, -2 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ഈ B1ൻ്റെ വാല്യൂ എന്താണ്, ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. -2 അല്ലേ. ഇപ്പോൾ -2 +2 അല്ലേ, +2 ആയി. ഇവിടെ C1 പറയുന്ന -1 കൊടുക്കണം, +2 -3 ആയി. അപ്പം -1 ആയി, -1 എന്ന് പറയുമ്പോൾ എത്രയായി, -2 ആയി. ഇപ്പോൾ A1ൻ്റെ വാല്യൂ എത്രയാണ്, -2, B1ൻ്റെ വാല്യൂ -2 കിട്ടി, C1ൻ്റെ വാല്യൂ -1 കിട്ടി. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ pi1 ഈക്വൽ ടു എന്താണ്, L പവർ A1 V പവർ B1 റോ പവർ C1 ഇൻറ്റു R എന്നല്ല ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അവിടെ A1ൻ്റെ പകരം എന്ത് കൊടുക്കണു, ഇവിടെ കിട്ടിയ A1ൻ്റെ വാല്യൂ കൊടുക്കുകയാണ്. ഇവിടെ A1 എത്രയാണ് കിട്ടിയത്, A1 എത്ര, -2 ആണ്. സോ pi1 ഈക്വൽ ടു L പവർ -2 V പവർ B1 ഉണ്ട്, B1 എത്ര കിട്ടിയത്, -2 ആണ്, V പവർ -2 റോ പവർ C1 എത്ര കിട്ടിയത്, -1 ആണ് അല്ലേ. C1 -1 ആണ്, ഇവിടെ പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ആണ്. ദിസ് ഈസ് -1. ഓക്കെ, റോ പവർ -1 ആണ്. ചെക്ക് ചെയ്യുക. L പവർ -2 V പവർ -2 റോ പവർ C1 ആണല്ലോ, C1ൻ്റെ വാല്യൂ -1 ആണ്. സോ റോ പവർ -1 R. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം, pi1 ഈക്വൽ ടു ഈ മൈനസിനെയൊക്കെ താഴേക്ക് ചെയ്തല്ലേ. അപ്പോൾ R പവർ L² V² റോ എന്ന് എഴുതാം. സോ ഇല്ലെങ്കിൽ R പവറിൽ R/, സോ R/, റോ L² V² എന്ന് എഴുതാം. ഇതിന് ഒരു ഇക്വേഷനൊക്കെ ചെയ്ത്, കാരണം ഒരു പൈ ടൈം കിട്ടി അല്ലേ. ഇതേപോലെ നമ്മൾ എന്താണ് രണ്ടാമത്തെ പൈ ടൈം കാണുകയാണ്, pi2 കാണുമ്പോൾ ഇതേ പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് m പവർ 0 L പവർ 0 T പവർ 0 ആണ്. റൈറ്റ് ഹാൻഡ് സൈഡ് അതേപോലെ തന്നെ ഡയമെൻഷൻ എഴുതി. അവിടെ എന്താണ് നമ്മളിവിടെ A1 B1 C1 ഇട്ടതിന് പോലെ എന്താണ് A2 B2 C2 എന്നാണ് ഇടുക കേട്ടോ. ഇവിടെ C2 ആണേ, ഫുൾ പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ആണ്. ഇവിടെ C2 ആണ് കേട്ടോ, ദിസ് ഈസ് C2 ആണ്. ഓക്കെ, അപ്പോൾ പവർ ഓഫ് M സോൾവ് ചെയ്യണം. പവർ ഓഫ് M സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ 0 ആണ്, 0. ഇവിടെ M സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ ആകെയുള്ളൂ C2 ആണുള്ളത്, C2. ഇവിടെ ഒരു +1 ഉണ്ട്, അപ്പോൾ +1. അപ്പോൾ C2ൻ്റെ വാല്യൂ -1 കിട്ടി. പവർ ഓഫ് L സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ 0 ആണ്, അപ്പോൾ 0. ഇവിടെ A2 എഴുതി. ഇവിടെ B2 + B2. ഇവിടെ -3C2, സോ -3C2. ഇവിടെ -1. ക്ലിയർ. ഇവിടെ പൈ ടൈം R കഴിഞ്ഞ് മ്യൂ ആണ് നമ്മൾ എഴുതിയിട്ടുള്ളത് കേട്ടോ, അതാണ് ഇവിടെ ഉള്ളത്. ദെൻ ഇവിടെ A2 ഈക്വൽ ടു A2 നിർത്തി ബാക്കിയുള്ള ടൈംസ് അപ്പുറത്ത് കൊണ്ടുപോകണം. സോ -B2 + 3C2 + 1 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് C2ൻ്റെ വാല്യൂ അറിയുള്ളൂ, B2 നമുക്ക് അടുത്തതിൽ കണ്ടുപിടിക്കും. പവർ ഓഫ് T എടുക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0, റൈറ്റ് ഹാൻഡ് സൈഡിൽ -B2 അഗെയിൻ -1 ആണ്. അപ്പോൾ B2 ഈക്വൽ ടു വാല്യൂ എത്ര, B2ൻ്റെ വാല്യൂ -1 കിട്ടി. അപ്പോൾ ഈ B2യുടെ വാല്യൂ നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ -B2 ഇവിടെ -1, അപ്പോൾ +1 ആവും. +1 ഇവിടെ മൈനസ് ഉണ്ട്, +1 -3 ആവും. 1 - 3 -2 ആവും. -2 + 1 -1 ആവും. ഇപ്പോൾ ഇവിടെ A2ൻ്റെ വാല്യൂ -1 കിട്ടി. അത് നമ്മൾ പൈയുടെ ടൈമിൽ ഇട്ട് കൊടുക്കണം. സോ pi2 ഈക്വൽ ടു L പവർ -1 V പവർ -1 റോ പവർ -1 മ്യൂ. അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, μ/LV റോ എന്ന് എഴുതാം. ഓക്കെ, ഇനി അതുപോലെ മൂന്നാമത്തെ പൈ ടൈം എന്ന് പറയുമ്പോൾ A3 B3 C3 എന്നാണ് ആവുക. അപ്പോൾ pi3 ഈക്വൽ ടു L പവർ A3 V പവർ B3 റോ പവർ C3 K എന്നാവും. സോ പൈയുടെ ഡയമെൻഷൻ m പവർ 0 L പവർ 0 T പവർ 0 is equal to L പവർ A3 LT പവർ -3 B3 ML പവർ -3 A3 ML പവർ -1 T പവർ -2. ഇപ്പോൾ എമ്മിൻ്റെ പവർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0, റൈറ്റ് ഹാൻഡ് സൈഡിൽ എമ്മിൻ്റെ പവർ എന്ന് പറയുമ്പോൾ 1 ആണ്. സോറി, ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട്, ഇവിടെ C3 ആണ്. ഹിയർ C3 കേട്ടോ, C3 ആണ്. സോ ഇവിടെ
C3 പ്ലസ് 1 ആണ്. ഇപ്പോൾ C3ക്ക് -1 കിട്ടി. അതുപോലെ എല്ലിൻ്റെ പവർ ചെയ്യുമ്പോൾ 0 A3 പ്ലസ് B3 -3C3 -1 A3 ഈക്വൽ ടു ഇങ്ങനെ -B3 പ്ലസ് 3C3 പ്ലസ് 1 എഴുതാം. അവിടെ നിൽക്കട്ടെ. ടിയുടെ പവർ 0 റൈറ്റ് ഹാൻഡ് സൈഡിൽ -3 ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ നമ്മൾ വെലോസിറ്റിയാണ്, ഇവിടെ -3 ഇല്ല, -1 ആണ് കേട്ടോ. ഇത് -1 ആണ്. സോ -B3 ആണ് വരിക ടിയുടെ പവർ. -B3 ഇവിടെ -2. അപ്പോൾ ഇവിടെ B3 ഈക്വൽ ടു എത്രയാണ് -2 എന്ന് കിട്ടി. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0 A3യുടെ വാല്യൂ 0 എന്ന് കിട്ടി. അപ്പോൾ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ π3 ഈക്വൽ ടു L പവർ 0 V പവറും ബിയുടെ വാല്യൂ -2 ആണ്. സോ V പവർ -2 റോയുടെ വാല്യൂ -1 റോ പവർ -1 K. അപ്പോൾ K/V² റോ എന്ന് കിട്ടി. അപ്പോൾ π1 π2 π3 3 π ടൈം കിട്ടി. ഇനി എന്താ ചെയ്യുക? അഞ്ചാമത്തെ സ്റ്റെപ്പാണ്. പൈ ടേം എല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞു. അതിന് അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ π1 π2 π3 ഒരു ഇക്വേഷൻ ആക്കിയത്. അപ്പോൾ F1 ഓഫ് π1 π2 π3 ചെയ്തിട്ടില്ല. അതിൽ π1 π2 π3ൻ്റെ വാല്യൂ. അപ്പോൾ F1 ഓഫ് R/ρ L² V². π1 നമ്മൾ സോൾവ് ചെയ്ത് കിട്ടിയ വാല്യൂ μ/LV റോ. π2ൻ്റെ വാല്യൂ K/V² റോ. π3യുടെ വാല്യൂ വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് ഇട്ടു. ഇതിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത് R എന്ന് പറഞ്ഞ ഫാക്ടറാണ്. അപ്പോൾ അതിനെ മാത്രം ഒരു സൈഡിൽ നിർത്തിയിട്ട് ബാക്കിയുള്ള ടൈമിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. സോ R/ρ L² V² ഈക്വൽ ടു φ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ തന്നെയാണ്. അപ്പോൾ φ ഓഫ് ഫംഗ്ഷൻ ഓഫ്, അതായത് ഈ R ഡിപ്പെൻഡ്സ് ഓൺ ദിസ് എന്നാണ് മീൻ ചെയ്യുന്നത്. φ ഓഫ് μ/LV റോ K/V² റോ എന്നിട്ടു. സോ ഇതിൽ R ആണ് വേണ്ടത്. അപ്പോൾ റോ L² V²നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോയി. സോ R ഈക്വൽ ടു റോ L² V². φ ഓഫ് μ/LV റോ K/V² റോ. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം കഴിഞ്ഞു. ഇത്രയാണ്. സോ ഇത് പ്രാക്ടീസാണ് വേണ്ടത്. ഈ പ്രോബ്ലം എന്തായാലും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇനി അടുത്ത പ്രോബ്ലം ഉണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.